മസ്തിഷ്ക മരണം സംഭവിച്ചയാളുടെ ഹൃദയം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിച്ചു. അപകടത്തിൽ മരിച്ച കൊല്ലം സ്വദേശി ഐസക്കിന്റെ ഹൃദയമാണ് എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിച്ചത്. എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അങ്കമാലി സ്വദേശിക്കാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത്. ഐസക്കിന്റെ അവയവങ്ങൾ 6 പേർക്കാണ് പുതുജീവൻ നൽകുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, കേസ് ഓട്ടോ വഴി ക്രമീകരണങ്ങൾ നടത്തിയാണ് ഇപ്പോൾ ലിസി ആശുപത്രിയിൽ ഹൃദയം എത്തിച്ചിട്ടുള്ളത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്കായുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ ഇവിടെ ആശുപത്രിയിൽ സജ്ജമായിരുന്നു. ഡോക്ടർ ജോസ് ചാക്കോപ്പെരിയപുരത്തിന്റെ നേതൃത്വത്തിലാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത്. എന്തായാലും അല്പസമയത്തിന് മുൻപ് തന്നെ ഹൃദയം ശസ്ത്രക്രിയയ്ക്കുള്ള റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും സജ്ജീകരണങ്ങൾ നേരത്തെ തന്നെ തയ്യാറായതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണയായിട്ട് 6 മണിക്കൂറിനുള്ളിലാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കേണ്ടത്. പക്ഷേ നേരത്തെ തന്നെ ഇതിപ്പോൾ ലിസി ഹോസ്പിറ്റലിലെ 29ാമത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രീവിയസ് എക്സ്പീരിയൻസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നേരത്തെ തന്നെ ഇതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വളരെ വേഗം ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് തിരുവനന്തപുരത്തു നിന്നും എയർ ആംബുലൻസിലാണ് കൊച്ചിയിലെ ഹയാത്തിൻ്റെ ഹെലിപ്പാഡിൽ ഇറക്കിയ ശേഷം അവിടുന്ന് ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും വളരെ വേഗമുള്ള പ്രൊസീജിയർ തന്നെയായിരുന്നു. കൊല്ലം സ്വദേശിയുടെ ഹൃദയം ഇവിടെ അങ്കമാലി സ്വദേശിയുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ, അതായത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇദ്ദേഹം ഇവിടുത്തെ കാർഡിയോളജി വിഭാഗത്തിൽ അദ്ദേഹം ചികിത്സ തേടിയിരുന്നു. കാർഡിയാക് ഇഷ്യൂസുമായി കഴിഞ്ഞ 5 വർഷമായി, അതായത് അനുയോജ്യമായ ഒരു ഹൃദയം കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറായിരുന്നു നടന്നത്. അനുയോജ്യമായൊരു ഹൃദയം വന്നപ്പോൾ അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ 29ാമത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ എന്നുള്ള നിലയിൽ വളരെ വേഗം, വളരെ സേഫായി, സുരക്ഷിതമായി ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അങ്ങനെ തന്നെയാണ്. എന്തായാലും നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ, സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. അതിലേക്ക് നേരെ ഈ അവയവമായി എത്തുക എന്ന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് കാത്തിരിപ്പോട് തന്നെയായിരുന്നു രാവിലെ മുതൽ ഇവിടെ അതിനുള്ള സജ്ജീകരണം ഒരുക്കി കാത്തിരിക്കുക തന്നെയായിരുന്നു. അതായത് ഹൃദയം എത്തിയ ഉടനെ തന്നെ നേരെ ഓപ്പറേഷൻ ടേബിളിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. വളരെ വേഗം, വളരെ ശുഭകരമായി ഈ പ്രൊസീജിയർ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷ. അത്തരത്തിലുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയാണ് ഡോക്ടർമാരുമുള്ളത്. എന്തായാലും ഡോക്ടർ ജോസ് പെരിയപുരത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. ശ്രീജ. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി എന്ന ശുഭവാർത്തയ്ക്ക് കാത്തിരിക്കാം. ആജ്ഞ. തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന ആരോപണം. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായ സുമിയാണ് മരിച്ചത്. ക്യാൻസറിനുള്ള അത്യാധുനിക ചികിത്സാ രീതിയായ ടിൽ തെറാപ്പി പരാജയപ്പെട്ടതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. സ്മിത മെമ്മോറിയൽ ആശുപത്രിയിൽ മരിച്ചത്. ക്യാൻസറിനുള്ള ടിൽ തെറാപ്പി ചികിത്സയ്ക്ക് സുമി വിധേയയായിരുന്നു. ഇതേ തുടർന്ന് സുമിയുടെ ശരീരഭാരം വർദ്ധിക്കുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. 1 മാസത്തോളം ഐസൊലേഷൻ വാർഡിൽ കഴിഞ്ഞു. നില ഗുരുതരമായതിനെ തുടർന്ന് ഇന്നലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നും രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണമെന്നും ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടെന്ന് ബന്ധുക്കൾ പറയുന്നു. ഒരാഴ്ച മുമ്പ് ഞാനന്തര ഹോസ്പിറ്റലുണ്ടായത്. അപ്പോൾ മുംബൈയിലെ ഡോക്ടർ മീറ്റിംഗ് വെച്ചു. ഞങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അപ്പം പറഞ്ഞു ഇനി 2 ദിവസം കൂടി ഉള്ളൂ പങ്കെടുക്കും, നമുക്ക് കൂട്ടിയിട്ട് വീട്ടിലൊക്കെ പോകാൻ പറഞ്ഞു. നമ്മൾ ഡോക്ടർ നമ്മൾ 60% പറഞ്ഞില്ല, നമ്മൾ ഇത്രപാട് പൈസ നിങ്ങൾക്ക് അടച്ചത്, നമ്മൾ 72 സ്ഥലത്ത് ഓൾറെഡി നമുക്ക് അടച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത്രപാട് പൈസ അടിച്ച് നിങ്ങൾ തിരിച്ച് പൈസ കൊടുത്തിട്ടെ എൻ്റെ നിങ്ങൾ അസുഖം മാറ്റാൻ പറ്റി നമ്മൾ കൊണ്ടുവന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൊടുക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇത് എന്താ ചെയ്യാൻ പറ്റില്ല, ഇതൊന്നുമില്ല. അപ്പോൾ വേറെ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. 1 കോടി രൂപ ചിലവ് വരുന്ന അത്യാധുനിക ക്യാൻസർ ചികിത്സാ രീതിയാണ് ടിൽ തെറാപ്പി. 75 ലക്ഷത്തോളം രൂപ നിലവിൽ ചികിത്സയ്ക്കായി ചെലവായിട്ടുണ്ട്. ആശുപത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സുമിയുടെ ബന്ധുക്കൾ പറയുന്നു. എന്നാൽ സംഭവത്തിൽ പ്രതികരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 തൊടുപുഴ. ഡോക്ടർ MK മുനീറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന മെഡിക്കൽ ബുള്ളറ്റിൻ. ആരോഗ്യാവസ്ഥ ഗുരുതരമാണെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് ഡോക്ടർ മുനീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ?
അനീഷ്, കേൾക്കാമോ? ശ്രീജ, ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഡോക്ടർ M.K. മുനീറിന് ഹൃദയാഘാതം ഉണ്ടായത്. ഇതേ തുടർന്ന് അദ്ദേഹത്തെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരമാണെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചിരിക്കുന്നത്. വെന്റിലേറ്റർ സഹായത്തോടുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. എന്തായാലും നിലവിൽ ചികിത്സ കൃത്യമായി മുന്നോട്ട് പോകുന്നുവെന്നും പറയുന്നു. നിലവിൽ തന്നെ അദ്ദേഹം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും കടുത്ത പ്രമേഹ രോഗബാധിതനാണ്. രക്തസമ്മർദ്ദത്തിന്റെ അളവും പലപ്പോഴും കൂടുതലും പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ പോലും അദ്ദേഹം കുഴഞ്ഞു വീഴുന്ന അടക്കമുള്ള കാര്യങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതാണ് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ശരിയാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരണം. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി ഷാജിയാണ് മരിച്ചത്. 1 മാസത്തിനിടെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇതോടെ 6 ആയി. മലപ്പുറം ചേലമ്പ്ര സ്വദേശി ഷാജിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. ഇയാൾ 2 ആഴ്ചയായി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കണ്ണൂരിൽ വെൽഡിംഗ് തൊഴിലാളിയായ ഷാജിക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ല. ജോലിസ്ഥലത്തും വീടിനോട് ചേർന്ന ഇടങ്ങളിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. സംസ്ഥാനത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 6 ആയി. 3 മാസം പ്രായമുള്ള കുട്ടിയടക്കം മരിച്ചവരിൽപ്പെടുന്നു. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലുമായി 11 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരിക്കും രാമനാട്ടുകര സ്വദേശിയായ 30കാരിക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തതും മരണസംഖ്യ വർദ്ധിക്കുന്നതും ആശങ്ക ഉയർത്തുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കാസർഗോഡ് 17കാരിയെ പീഡിപ്പിച്ചതായി പരാതി. പിതാവും സഹോദരനും അടക്കം പീഡിപ്പിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ ഒരാൾ പിടിയിലായി. 17കാരിയാണ് പീഡനത്തിന് ഇരയായത്. 10 വയസ്സുള്ളപ്പോൾ അച്ഛൻ അതിക്രമം നടത്തിയതായും 2 വർഷം മുൻപ് അമ്മാവനും കഴിഞ്ഞ മാസം മറ്റൊരാളും പീഡിപ്പിച്ചതായാണ് പരാതി. ഭയം കാരണം ആരോടും പറഞ്ഞിരുന്നില്ല. കൌൺസിലിംഗിനിടെയാണ് പെൺകുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 പേർക്കെതിരെയും കേസെടുത്തു. ഒരാൾ അറസ്റ്റിലായി. പെൺകുട്ടിയുടെ പരാതി പ്രകാരം മറ്റൊരു പോക്സോ കേസും അമ്പലത്തറ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 17കാരനെതിരെയാണ് കേസ്. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം അഞ്ചാലുമൂട് സ്കൂളിൽ അധ്യാപകൻ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. PT അധ്യാപകനായ റാഫിക്കെതിരെയാണ് അഞ്ചാലുമൂട് പോലീസ് കേസെടുത്തത്. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതായും വിദ്യാർത്ഥിയാണ് അധ്യാപകനെ ആദ്യമെന്നും മന്ത്രി V. ശിവൻകുട്ടി വ്യക്തമാക്കി. അഞ്ചാലമ്മൂട് GHSSൽ വിദ്യാർത്ഥിനിയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ സംഘർഷത്തിന് ഇടയാക്കിയത്. കായിക അധ്യാപകനായ റാഫിയും വിദ്യാർത്ഥിയുമായുള്ള തർക്കം മർദ്ദനത്തിലാണ് കലാശിച്ചത്. വിദ്യാർത്ഥിയുടെ മൂക്കിനും തലയ്ക്കും പരിക്കുപറ്റി. അധ്യാപകനും പരിക്കുണ്ട്. സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ വിദ്യാർത്ഥിയാണ് അധ്യാപകനെ ആദ്യം മർദ്ദിച്ചതെന്നും വിദ്യാർത്ഥികൾക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. അധ്യാപകനെ തല്ലിയാലും വിദ്യാർത്ഥിയെ തല്ലാൻ പാടില്ല എന്നതാണ് രീതിയെന്നും മന്ത്രി പറഞ്ഞു. ഇതിലെ ഡിസിപ്ലിനൊക്കെ നോക്കുന്ന സ്പോർട്സിൻ്റെ അധ്യാപകനാണ്. അധ്യാപനം അടിച്ച് താഴെയിട്ടു കുട്ടികൾ. അധ്യാപനം എണീറ്റ് കുട്ടി അടിച്ചു. അപ്പോൾ അധ്യാപനം അടി കിട്ടിയാലും കുട്ടി അടിക്കാൻ പാടില്ലെന്നുള്ള നിലപാടാണല്ലോ നമ്മുടെ നിലപാട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ട്യാ അന്വേഷണം റിപ്പോർട്ട് കിട്ടി അധ്യാപനം സസ്പെൻഡ് ചെയ്തു. ഞാൻ ഇന്നലെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അധ്യാപനം വിദ്യാർത്ഥി തമ്മിൽ തല്ലാനുള്ള സ്ഥലമല്ലല്ലോ. അതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി PT അധ്യാപകൻ റാഫിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം. കാന്താര 2 പ്രദർശനത്തിന് ഫിയോക് ഏർപ്പെടുത്തിയ വിലക്കിൽ പ്രശ്നപരിഹാര ചർച്ച ഈ മാസം 17. ചർച്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് ഫിയോക് അറിയിച്ചു. റിലീസിന് ശേഷമുള്ള 2 ആഴ്ചത്തെ തിയേറ്റർ വരുമാനത്തിന്റെ 55% വിഹിതമായി നൽകണമെന്നാണ് വിതരണക്കാരുടെ ആവശ്യം. ഇത് അനുവദിക്കില്ലെന്നാണ് ഫിയോക്കിന്റെ നിലപാട്. ഈ മാസം 17-ാം തീയതി തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് ജനറൽ ബോഡി യോഗം ചേർന്നതിന് ശേഷമായിരിക്കും കാന്താര 2 പ്രദർശനവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമുണ്ടാകുകയുള്ളൂ. അത് അവരെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. കാരണം കോവിഡിന് ശേഷം ഒരു ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത് അത് മികച്ച രീതിയിൽ തിയേറ്റർ ഉടമകൾക്ക് പോലും ലാഭം വരുന്ന രീതിയിലേക്ക് ചിത്രം പ്രദർശനം തുടരുന്നത് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ.
കാന്താര 2 അത്തരത്തിലേറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തിയേറ്റർ ഉടമകൾ കാത്തിരിക്കുന്നത്. ആദ്യത്തെ 2 ആഴ്ചത്തെ ഉള്ള 55% നൽകിയാൽ അത് പിന്നീട് വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്കായിരിക്കും തിയേറ്റർ ഉടമകളെ കൊണ്ടെത്തിക്കുക എന്നൊരു വാദത്തിലാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ മാത്രമാണ് 55% നൽകുന്നത്. മറ്റ് ഭാഷകളിൽ മലയാള ചിത്രത്തിന് വിതരണത്തിലെത്തിയാൽ അതിന് 40% മാത്രമാണ് നൽകുകയുള്ളൂ. പിന്നെ എന്താണ് കേരളത്തിൽ മാത്രം ഇത്രയും ഉയർന്ന തുക ചോദിക്കുന്നത് എന്നൊരു കാര്യമാണ് സംഘടന വിതരണക്കാരോട് ചോദിക്കുന്നത്. ആദ്യത്തെ ആഴ്ച 55% കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. കാന്താരയുടെ ആദ്യ പതിപ്പ് ഇറങ്ങിയപ്പോഴും ആദ്യത്തെ ആഴ്ചയിൽ 55% നൽകുകയും ചെയ്തു. ഈ നിലപാടിൽ നിന്ന് പിന്മാറണമെന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടന വ്യക്തമാക്കുന്നത്. പക്ഷേ സംഘടനയിൽ തന്നെ 2 വിഭാഗം ആയി കഴിഞ്ഞു. ചേരിതിരിഞ്ഞ് ഈ ഒരു വിഷയത്തെ സ്വീകരിക്കുന്ന നിലപാടിലേക്ക് എത്തി. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് കാന്താര 2 തിയേറ്റർ ഉടമകളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ള ചിത്രമാണ്. വരുന്ന ആഴ്ചകളിൽ 2, 3, 4 ആഴ്ചകളിലൊക്കെ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം നടത്താനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും എന്നാണ് ഒരു വിഭാഗം തിയേറ്റർ ഉടമകൾ പറയുന്നത്. എന്തായാലും പൃഥ്വിരാജോ ലിസ്റ്റിൻ സ്റ്റീഫനോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് നൽകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും 17-ാം തീയതിയത്തെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിലൊരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യുകയുള്ളൂ. പൃഥ്വിരാജ് പ്രൊഡക്ഷൻ തന്നെയായിരുന്നു കാന്താരയുടെ ആദ്യ പതിപ്പും കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുകയും ചെയ്തിരുന്നത്. ഒക്ടോബർ 2-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. കോഴിക്കോട് മുക്കം അഗസ്ത്യമൊഴിയിലെ മൂൺലൈറ്റ് സ്പായിൽ അതിക്രമം നടത്തിയ ആൾ പിടിയിൽ. അരീക്കോട് സ്വദേശിയായ കള്ളങ്കടവത്ത് മുഹമ്മദ് ആഷിഖിനെയാണ് പിടികൂടിയത്. സ്ഥാപനത്തിലെ CCTVയും മോണിറ്ററും അടിച്ചു പൊട്ടിക്കുകയും മൊബൈൽ ഫോണും പണവും കവർച്ച ചെയ്യുകയും ചെയ്തുവെന്നാണ് പരാതി. അക്രമം നടത്തിയവരിൽ ഒരാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. പാലക്കാട് കൂറ്റനാട് ഉല്ലാസ് നഗറിൽ മലമ്പാമ്പിനെ പിടികൂടി. ഇന്നലെ രാത്രി കള്ള് ഗോഡൌണിന് സമീപമാണ് പാമ്പിനെ പരിസരവാസികൾ കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ എത്തി മലമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു. അവസാനിച്ചു